നമസ്കാരം. ന്യൂ ജൻ ക്രൈസ്റ്റ് ടോക്സിലേക്ക് എവർക്കും നല്ല ഒരു സ്വാഗതം. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ തുറന്ന ദീപിൽ ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജനനായകൻ കടന്നു വരികയാണ്. ആയിരമല്ല പതിനായിരമല്ല തൊള്ളായിരക്കണക്കിന് ജനങ്ങളുടെ അകമ്പൊടിയോടുകൂടി ആരാധന കഥാപാത്രമായ നമ്മുടെ ജനനായകൻ ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഇജാതി അനൗൺസ്മെന്റുകള് നമ്മുടെ വഴിവെക്കിലൂടെയും റോഡുകളിലൂടെയും പുഴകളിലൂടെയും ഒക്കെ ബോട്ടിലും വള്ളത്തിലും ഓട്ടോറിക്ഷയിലും മറ്റു വാഹനങ്ങളിലും ഒക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു കാലമാണ്. ഇതിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ വന്ന് അലയ്ക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തോടെയാണ് നാം കടന്നു പോകുന്നത്. പൈലറ്റ് വാഹനങ്ങളിൽ ഇത്തരം അനൗൺസ്മെന്റുകൾ പോവുക സ്വാഭാവികമാണ്. സ്ഥാനാർത്ഥികൾ വരുന്നതിന് മുമ്പ് ഏതാണ്ട് കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിൽ കൂടി ഇതേപോലെ ഒരു പൈലറ്റ് വാഹനം ഏതാണ്ട് പിന്നാലെ വരുന്ന ആളുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് കടന്നുപോയി. മറ്റാരുമല്ല, സ്നാപക യോഹന്നാനായിരുന്നു കഥാപാത്രം. ലൂക്ക് ചാപ്റ്റർ 3 വേഴ്സസ് 8-11. സ്നാപക യോഹന്നാൻ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ, രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വൃക്ഷങ്ങളുടെ കടക്കൽ കോടാലി വെക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാണികി കൊടുത്തിട്ട് പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പൈലറ്റ് വാഹനം, സ്നാപകൻ എന്ന പൈലറ്റ് വാഹനം. ഭാവിയിൽ വരാനിരിക്കുന്ന ക്രിസ്തുവിനെ പറ്റിയിട്ടാണ് ഇവന്റെ അനൗൺസ്മെന്റിന്റെ കണ്ടന്റ് മുഴുവനും. പക്ഷേ സ്നാപകന് വ്യക്തമായിട്ടറിയാം താനല്ല ഭാവി, ക്രിസ്തുവാണ് ഭാവി, ക്രിസ്തുവാണ് ലക്ഷ്യം. പക്ഷെ തന്റെ വർത്തമാനകാല ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സ്നാപക യോഹന്നാനെ ധ്യാനിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ഇതാണ്. ചില യുവജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒന്നിനും ശ്രദ്ധിക്കാതെ ഇങ്ങനെ അലസറായി നടക്കുന്ന കുറെ പേരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്കെല്ലാം ഭാവിയെ പറ്റി വലിയ സ്വപ്നങ്ങളാണ്. എന്നാൽ വർത്തമാനകാല ജീവിതത്തിൽ അതിനുവേണ്ടി അധ്വാനിക്കാൻ തയ്യാറുമില്ല. പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉഴപ്പി തല്ലിപ്പോകുന്ന കുറെ സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ട്. ചങ്ങാതി, ഇന്ന് നീ നടാത്ത ഒരു വിത്തിന്റെയും ഫലം നിനക്ക് ഭാവിയിൽ കിട്ടില്ല. മനോഹരമായ പൂക്കൾ നീ ഭാവിയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നൊരു കുഞ്ഞു പൂച്ചെടി നടുക, അതിനുവേണ്ടി വെള്ളം ഒഴിക്കുക, അതിന് വളം കൊടുക്കുക. ആ പരിശ്രമമില്ലാതെ ഒരിക്കലും ഭാവിയിൽ നിനക്ക് പൂക്കൾ ഉണ്ടാവില്ല. സ്നാപകനെ ധ്യാനിക്കുമ്പോൾ നീ അങ്ങനെ ചിന്തിക്കണം. നീ ഒരു പഠിക്കുന്ന ആളാണെങ്കിൽ പഠിത്തത്തിൽ ഇപ്പോൾ ശ്രദ്ധിക്കുക, പഠനത്തിന്റെ റിസൾട്ട് പിന്നീടാണ്, അതിൽ നിന്ന് കിട്ടുന്ന ജോലിയൊക്കെ പിന്നീടാണ്. അല്ലെങ്കിൽ നീ ജോലി ചെയ്യുന്ന ആളാണ് ഇപ്പോൾ എങ്കിൽ അതിന്റെ ഉയർന്ന സാലറി, ഉയർന്ന പദവിയൊക്കെ പിന്നീട് സ്വപ്നം കാണാം. ഇപ്പോൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വർത്തമാന കാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിന്റെ ഭാവി വളരെ മനോഹരമായി തീരും. അമിതമായി ഭാവിയെപ്പറ്റി ആലോചിച്ച് വർത്തമാനത്തെ വഷളാക്കുകയും ചെയ്യരുത്. സ്നാപകനെയും ക്രിസ്തുവിനെയും പറ്റി ധ്യാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നതാണ്, സ്നാപകൻ സ്വന്തം വർത്തമാനകാല ജീവിതം ഭംഗിയാക്കി ഭാവി എന്ന ക്രിസ്തുവിനു വേണ്ടി വഴിയൊരുക്കിയ മനുഷ്യനാണ്. നമുക്കും മനോഹരമായ ഭാവിക്ക് വേണ്ടി വർത്തമാനകാല ജീവിതത്തെ ഭംഗിയുള്ളതാക്കി തീർക്കാം. ദിസ് ഈസ് RJ ഫാദർ സൈനിങ് ഓഫ്.